ഇനി തൃശൂർ അതിരപ്പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ വീണ്ടും ഒരു ആനയ്ക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വാർത്തയാണത്. വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. ഗണപതി എന്ന് വിളിക്കുന്ന കാട്ടുകൊമ്പനാണ് കാലിന് പരിക്കേറ്റത്. പരിക്കിന്റെ കാരണം വ്യക്തമല്ല. ആനയെ നിരീക്ഷിക്കാൻ ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, നമുക്കറിയാം നേരത്തെ ഇതുപോലെ ഒരു ആനയെ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കാനായി എത്തിച്ചിരുന്നെങ്കിലും അത് ദൗർഭാഗ്യകരമായി അത് ചെരിഞ്ഞു പോകുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു ആനയ്ക്ക് അവിടെ പരിക്കേറ്റതായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഈ പരിക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ വനം വകുപ്പ് നൽകുന്നുണ്ട്? നിലവിൽ എന്താണ് അവസ്ഥ? അഖിലേക്ക് എത്താം. അതിരപ്പള്ളിയിൽ തന്നെയാണ് ഒരു ആനയെ ഇപ്പോൾ കൊമ്പനെ ഗണപതി എന്ന് വിളിക്കുന്ന ആനയെ പരിക്ക് ഏറ്റ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അഖിൽ, എന്തൊക്കെ വിശദാംശങ്ങൾ ലഭിക്കുന്നു? ജിൽസി, ഈ ആനയെ ഒരുപക്ഷെ എല്ലാവർക്കും പരിചയമുണ്ടാവും. കാരണം കഴിഞ്ഞ തവണ ഈ മുറിവേറ്റ കൊമ്പനെ ചികിത്സിക്കുന്ന സമയത്ത്, അതായത് ആ മുറിവേറ്റ കൊമ്പനെ പിടികൂടുന്ന സമയത്ത് ഈ ആനയായിരുന്നു ഒപ്പം നിന്നിരുന്നത്. നമ്മൾ ആ ചേർത്ത് നിർത്തുന്ന ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ഈ ആന അവസാന നിമിഷം ഈ ആന മുൻപിലേക്ക് തള്ളുമ്പോഴാണ് മറ്റേ മുറിവേറ്റ കൊമ്പൻ വീഴുകയുണ്ടായിരുന്നത്. ആ ആനയ്ക്കാണ് ഇപ്പോൾ ഈ കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇത് പക്ഷേ ഒരു സ്വാഭാവികമാണ്. ഇത്തരത്തിൽ ഈ വന്യമൃഗമാണ് വനത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക്, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കമ്പി ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കുപ്പിച്ചില്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആനകളുടെ കാലുകൾ തട്ടി മുറിവുണ്ടാവുന്നതാണ്. പക്ഷെ ഇത് എന്താണ്, കാലിൽ മുറിവ് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ചതവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഈ ഒരു ടെറൈൻ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ധാരാളം കൂർത്ത കല്ലുകളൊക്കെ തന്നെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ആന നടക്കുമ്പോൾ കല്ലിൽ ചവിട്ടി അതിലൂടെ മുറിവുണ്ടായതാണോ എന്നും അറിയാൻ സാധിക്കില്ല. നിലവിൽ ആനയുടെ വലിയ പ്രശ്നങ്ങൾ കാണിക്കുന്നില്ല. അതായത് ഒരുപക്ഷെ നല്ല ഗുരുതരമായ അവസ്ഥയിലാണെങ്കിൽ ആന ഈ ഒരു കാല് പൊക്കി ഒരു സ്ഥലത്ത് വരെ നിലയുറപ്പിക്കുകയാണ് ചെയ്യുക, നടക്കുകയോ അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങുകയോ ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ ആന നടക്കുന്നുണ്ട്. 4 കാലും നിലത്ത് ഉറപ്പിച്ചു തന്നെയാണ് ആന പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയ്ക്ക് ഇല്ല എന്നുള്ള കാര്യമാണ് വെറ്റിനറി ഡോക്ടർമാരടക്കം, അതായത് കഴിഞ്ഞ കോടനാട് നിന്നും ബിനോ ഡോക്ടറും തൃശ്ശൂരിൽ നിന്നും ഡേവ് ഡോക്ടർ അടക്കമുള്ള 2 ഡോക്ടർമാർ ഇന്നലെ അവിടേക്ക് എത്തിയിരുന്നു. ആനയെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇന്നും നിരീക്ഷണം തുടരും. 2 ദിവസത്തേക്ക് കൂടി ആനയെ നിരീക്ഷിച്ച ശേഷം DFOയ്ക്ക് റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം. ഒരുപക്ഷെ ചികിത്സ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അതായത് നിരീക്ഷണത്തിൽ അത്തരത്തിലൊരു കാര്യം തോന്നുകയാണെങ്കിൽ ആനയെ ചികിത്സിക്കുന്നതിനുള്ള മറ്റ് തുടർ നടപടികളിലേക്ക് പോകും. അതൊരുപക്ഷെ ഈ ആനയെ ചികിത്സിക്കുക എന്ന് പറയുന്നതും ആനയെ മയക്കുമരുന്ന് നൽകി വിടുകയും ചികിത്സ നൽകി വിടുക. അപ്പോൾ അത്തരത്തിലുള്ള ഘട്ടത്തിലേക്കൊക്കെ കടക്കേണ്ടത് ഇനിയാണ് തീരുമാനിക്കുക. നിലവിൽ അത്തരത്തിലുള്ള സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ആനകൾക്ക് മുറിവുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്ക് മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിന് അതിന്റേതായ രീതികളുണ്ട്. ഈ മുറിവുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും മുക്തരായി വരാനുള്ള ഒരു രീതി, സ്വാഭാവികമായ രീതി ഈ ആനകൾക്കും മറ്റ് വന്യമൃഗങ്ങൾക്കും ഉണ്ട്. അത് അതിന്റെ രീതിയിലേക്ക് വിടുക, അതായത് സ്വാഭാവികമായി അതിന്റെ കീഴിലേക്ക് വിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കഴിയാത്ത അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു സാഹചര്യം എത്തുകയാണെങ്കിൽ മാത്രമാണ് ചികിത്സയിലും മറ്റു കാര്യങ്ങളിലേക്ക് പോവുക. നിലവിൽ അത്തരത്തിലൊരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ നിരീക്ഷിച്ചു വരികയാണ് ജിൽസി. ശരി, എന്തായാലും ഇപ്പോൾ അതിരപ്പള്ളിയിൽ ഇപ്പോൾ ഒരു ആനയെ കൂടെ പരിക്കേറ്റ നിലയിൽ വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. ആനയെ നിരീക്ഷിച്ചു വരികയാണ്. നേരത്തെ ഒരു കൊമ്പനെ മസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പനെ പിടിച്ചുകൊണ്ടുവന്നിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ആനയാണ് ഇപ്പോൾ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് സാഹചര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു വരികയാണെന്നാണ് അഖിൽ തൃശ്ശൂരിൽ നിന്ന് നൽകുന്ന വിവരം.